അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ പൊതുവെ കൊല്ലം ജില്ലക്കാർക്ക് പറയപ്പെടുന്നത് കല്യാണ വീട്ടിലൊരു പപ്പടത്തിന് വേണ്ടി തല്ലുണ്ടാക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യത്തിന് വേണ്ടി ഒച്ചപ്പാടുണ്ടാക്കുന്ന ആളുകൾ എന്നൊക്കെയാണ്. അത് പല ആളുകളും പ്രചരിപ്പിക്കാറുമുണ്ട്. എന്നാൽ അവരുടെ നന്മകൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലടക്കം ആരും പ്രചരിപ്പിക്കാറില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി. മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നിയ, വേറൊന്നും കൊണ്ടല്ല സന്തോഷം തോന്നിയത്, ഒരു പറ്റം ചെറുപ്പക്കാർ ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു നന്മയ്ക്ക് വേണ്ടി മുതിർന്നു എന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം, അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒന്ന് പ്രചരിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു. എന്താണ് സംഭവം? ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ കാണാം. ഈ സംഭവം വാട്സപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാനിത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്ഥലപ്പേര് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലുമൊക്കെ മാറിപ്പോയേക്കാം, അല്ലെങ്കിൽ ഉച്ചരിക്കുമ്പോൾ എന്തെങ്കിലും പെശക് സംഭവിച്ചേക്കാം. കാരണം എനിക്ക് നേരിട്ടറിയുന്ന നാടല്ല. എന്തായാലും സംഭവമുള്ളതാണ്. കൊല്ലം ജില്ലയിലെ തന്നെ കൊളവല്ലൂർ കല്ലിൽ എന്ന് പറയുന്ന പ്രദേശത്തൊരു മദ്രസയുണ്ട്. ആ മദ്രസയുടെ പരിസരത്ത് താമസിക്കുന്ന ഒരു പറ്റം യുവാക്കൾ ചേർന്ന് ഒരു തീരുമാനമെടുത്തു. ആ മദ്രസയിലെ അധ്യാപകർക്ക് ശമ്പളം വളരെ കുറവാണ്. ആ മദ്രസ എന്നല്ല, എല്ലാ മദ്രസകളിലെയും അധ്യാപകർക്ക് കിട്ടുന്ന ശമ്പളം വളരെ വളരെ കുറവാണ്, തുച്ഛമാണെന്ന് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. മദ്രസാധ്യാപകർക്ക് മാത്രമല്ല, പള്ളി ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇന്നും ലഭിക്കുന്ന ശമ്പളം മറ്റു പലതിനെയും അപേക്ഷിച്ച് വളരെ കുറവാണ്. എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടിച്ച് രണ്ടറ്റം കൂട്ടിമുട്ടിച്ച് ഒപ്പിച്ച് ജീവിച്ചു പോകാൻ പറ്റുന്ന ശമ്പളം മാത്രമേ ഇപ്പോഴും പല ഉസ്താദുമാർക്കും പള്ളികളിൽ നിന്ന് ലഭിക്കാറുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ അടുത്തൊരു സംഭവം അറിഞ്ഞല്ലോ. കാസർഗോഡ് മംഗലാപുരം ഭാഗത്തൊരു ഉസ്താദ് സാമ്പത്തിക പ്രയാസം കാരണം പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ വലിയ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞത് ഉസ്താദുമാരുടെ ശമ്പളം കൂട്ടിക്കൊടുക്കണമെന്നാണ്. ആ സംഭവത്തിന് ശേഷം പല മഹല്ലുകളും ഉസ്താദുമാരുടെ ശമ്പളത്തിൽ നേരിയ വർധനവൊക്കെ നടത്തിയിട്ടുണ്ട്. മഹല്ലുകാരെ കുറ്റപ്പെടുത്തുന്ന പല സംസാരങ്ങളും ഞാൻ കേട്ടു. എങ്ങനെയാ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയുക? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കേരളത്തിലുള്ള അധിക മഹല്ലുകളും അതേപോലെ മദ്രസകളും സ്ഥായിയായി ഒരു വരുമാനമുള്ളതല്ല. ഇതൊരു വസ്തുതയാണ്. വളരെ കുറഞ്ഞ മഹല്ലുകൾക്ക് കടമുറികൾ വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഓഡിറ്റോറിയമോ അങ്ങനെയൊക്കെ വരുമാനമുള്ള മഹല്ലുകളുണ്ട്. എന്നതൊഴിച്ചാൽ അധിക മഹല്ലുകളിലും ഈ മാസവരിയും വിവാഹവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സംഭാവനയും ഇതൊക്കെയാണ് ആ മഹല്ല് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള അവരുടെ വരുമാനം. അപ്പം പിന്നെ ശമ്പള വർധനവ് നടത്തുക എന്ന് പറയുന്നത് ഇപ്പം മറ്റു പലർക്കും കിട്ടുന്നത് പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കാനൊന്നും അധിക മഹല്ലുകാർക്കും മദ്രസ മാനേജ്മെൻറ്റിനും കഴിയില്ല. അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. കൂട്ടാനുള്ള ഒരു വഴി കാണാത്തത് കൊണ്ടാണ് പലരും അത് ചെയ്യാത്തത്. ഇപ്പം കാടടച്ച് മഹല്ല് ജമാഅത്തിനെയൊക്കെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കൂട്ടിക്കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്ഥായിയായ വരുമാനമുള്ള സാമ്പത്തിക ഭദ്രതയുള്ള മഹല്ലുകളുണ്ട്. ആ മഹല്ലുകളിലെ ആളുകളിൽ ചിലരൊക്കെ അത് ചെയ്യാറുമില്ല. ഉസ്താദുമാർക്ക് എന്തിനാ ഇത്രയും പൈസ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പല ടൈപ്പ് ആളുകളുമുണ്ട്. എന്തായാലും എല്ലാ മഹല്ലുകളും ഉസ്താദുമാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കണം എന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യം പല മഹല്ലുകളിലുമില്ല. ആ സമയത്താണ് ഈ ചെറുപ്പക്കാർ സമൂഹത്തിനും മാതൃകയാകുന്നത്. ചെറുപ്പം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രത്യേകമായി വിചാരണ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. നാളെ മഹ്ശറയിൽ വെച്ച് 4 ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നിന്ന സ്ഥലത്ത് നിന്ന് പാദം പറിച്ചു മാറ്റാൻ അനുവദിക്കപ്പെടില്ല എന്ന് ഹദീസിലുണ്ട്. അതിലൊരു ചോദ്യം നിന്റെ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ്. ഇന്ന് നമ്മൾ കാണുന്ന യുവാക്കളിൽ അധികവും ഇപ്പോൾ ഫുട്ബോൾ വന്നപ്പോൾ അവരുടെ ഇഷ്ട ടീമിൻ്റെ ഫ്ലെക്സ് ബോർഡ് വെക്കാൻ വേണ്ടി പിരിവെടുക്കുന്നു. അതേപോലെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് കോലം കെട്ടാൻ വേണ്ടിയിട്ട് പണം മുടക്കുന്നു. അങ്ങനെ എന്തെല്ലാം അനാവശ്യത്തിന് പണം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരാണ്. പലപ്പോഴും ഒരു നന്മയുടെ പക്ഷത്ത് അവരെ കാണാറില്ല.
എന്നാൽ ഇവിടെ എല്ലാ ചെറുപ്പക്കാരും അങ്ങനെയാണെന്നുമല്ല. ഒരുപാട് നന്മകൾ ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ ഒരു പറ്റം ചെറുപ്പക്കാര് നമ്മുടെ കേരളത്തിന് കാണിച്ചു കൊടുത്ത ഒരു മാതൃക എന്താണെന്നറിയോ? അവർ മാസം തോറും ഓരോ ഉസ്താദുമാർക്കും 10,000 രൂപ വെച്ച് ആ ചെറുപ്പക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു. മദ്രസയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിനു പുറമെ അവിടുത്തെ ഉസ്താദുമാര് എത്രമാത്രം മനസ്സുകൊണ്ട് ആശ്വസിക്കുന്നുണ്ടാകും, ഉള്ളറിഞ്ഞ് ആ ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും. ആ പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കപ്പെടാതിരിക്കില്ലല്ലോ. അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അല്ല, നമ്മളും പ്രാർത്ഥിക്കണം. കാരണം അത്രയും നല്ലൊരു മാതൃക ആക്കേണ്ട ഒരു പുണ്യപ്രവൃത്തിയാണ്. മാസം തോറും ഓരോ ഉസ്താദുമാർക്കും 10,000 രൂപ വെച്ച് കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അതിൻ്റെ ആദ്യ ഗഡു അവർ ആ മദ്രസ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ മഹല്ല് പ്രസിഡന്റിനെ ഏൽപ്പിക്കുന്ന വീഡിയോയാണ്. എത്ര സുന്ദരമാണ് ആ ചെറുപ്പക്കാരുടെ മനസ്സ് അല്ലേ? നമ്മൾ നോക്കൂ, നമ്മുടെ ഈ നാട്ടിലെ മദ്രസ അധ്യാപകർ ഒരുപക്ഷെ നിങ്ങൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അവർക്ക് വണ്ടി ഉണ്ടാകും, വീടുണ്ടാകും. പക്ഷെ ആ വീടിനകത്ത് അവരെങ്ങനെ ജീവിക്കുന്നു എന്നോ, അവരുടെ മക്കൾ എന്ത് കഴിക്കുന്നു എന്നോ, അവരുടെ മക്കൾ എന്ത് ധരിക്കുന്നു എന്നോ, ഇതൊന്നും പല മഹല്ലിലും പണമുള്ള ആളുകൾ ശ്രദ്ധിക്കാറില്ല. ഓരോ മഹല്ലിലെയും ആ ഉസ്താദുമാർ ജോലി ചെയ്യുന്ന മഹല്ലിലെ മുതലാളിമാർ വെറുതെ വിചാരിച്ചാൽ മതി, മാസം ഒരു 10 മുതലാളി ഉണ്ടെങ്കിൽ 1,000 രൂപ അല്ലെങ്കിൽ 500 രൂപ ഞാൻ എൻ്റെ വകയായ ആ ഉസ്താദിന് കൊടുത്തോളാം എന്ന് നിയ്യത്താക്കി മാസം തോറും കൊടുത്താൽ ആ ഉസ്താദിൻ്റെ കുടുംബത്തിലെ എന്തെങ്കിലും ഒരു പ്രയാസത്തിന് അത് ഉപകരിക്കില്ലേ? ഉസ്താദായതുകൊണ്ട് എന്തായാലും കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനൊന്നും ആ പണം ചെലവഴിക്കില്ല എന്നുറപ്പാണ് ഏകദേശം. അപ്പം നല്ല കാര്യത്തിനായിരിക്കും ഉസ്താദ് ആ പണം ഉപയോഗിക്കുന്നത്. മക്കൾക്ക് പഠിക്കാനോ അവർക്ക് കഴിക്കാനോ അവർക്ക് ഉടുക്കാനോ അവർക്ക് കിടക്കാനോ ഒക്കെ വേണ്ടിയല്ലേ ഈ പൈസയൊക്കെ അവർ ചെലവഴിക്കുക. എത്ര പുണ്യമാണ് നമ്മൾ അറിയാതെ മാസം തോറും 500-1000 വെച്ച് കൊടുക്കുമ്പോൾ പരലോകത്തേക്ക് നല്ല ദുനിയാവിൽ തന്നെ നമുക്ക് കിട്ടുന്ന നേട്ടമായി മാറുന്നത്. പക്ഷെ പലരും അത് ചിന്തിക്കാറില്ല. വേറെ എന്തിനൊക്കെ വേണ്ടി എത്ര രൂപ മാസം തോറും ചെലവഴിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും പണമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊരു നിയ്യത്താക്കിയാൽ മതി, എത്രയോ രൂപ ഞാൻ മാസം ചെലവഴിച്ച് കളയുന്നു, 500 രൂപ എൻ്റെ പള്ളിയിലെ വാങ്ങു കൊടുക്കുന്ന മുക്രിക്ക്, അല്ലെങ്കിൽ ഇമാമ് നിൽക്കുന്ന ഉസ്താദിന്, അല്ലെങ്കിൽ എൻ്റെ മകളെ പഠിപ്പിക്കുന്ന മദ്രസയിലെ ഉസ്താദിന് ഞാൻ കൊടുത്തേക്കാമെന്ന് തീരുമാനിച്ചാൽ ആ 500 രൂപ നിങ്ങൾക്കൊരു വലുതല്ല. പക്ഷേ അത് കിട്ടുന്ന ഉസ്താദിന് പലരിൽ നിന്നുകൂടിയാണ് കിട്ടുന്നതെങ്കിൽ വളരെ വലിയ ഒരു സംഖ്യയാണ്. ആ സംഖ്യ കൊണ്ട് അവർ നല്ലതിന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പ്രതിഫലമാണ് കിട്ടുന്നത്. ഇപ്പം ഈ യുവാക്കൾ കാണിച്ച മാതൃക വേറെ എന്തിനൊക്കെ വേണ്ടി അവർക്ക് ചെലവഴിക്കാം? ഫുട്ബോൾ മത്സരം ഉണ്ടാക്കാൻ, ഫ്ലക്സ് ബോർഡ് വെക്കാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരാണല്ലോ അവരും. അവർ തീരുമാനിച്ചൊരു നന്മയാണ്. ഈ നന്മ ഇനി വേറെ ഏതെങ്കിലും ആളുകൾ കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവർ മാതൃകയാക്കി നടപ്പിലാക്കിയാൽ അവർക്ക് പ്രതിഫലം കിട്ടുന്നത് പോലെ ഇത് തുടങ്ങിക്കൊടുത്ത ഈ ചെറുപ്പക്കാർക്കും പ്രതിഫലം കിട്ടാൻ എത്രമാത്രം പ്രതിഫലം അള്ളാഹു അവൻ്റെ റഹ്മത്തായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ, ആദ്യമായി തുടങ്ങി വെച്ചവൻ ആരാണോ അയാളിൽ നിന്ന് മാതൃകയാക്കി മറ്റുള്ളവർ അത് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പിലാക്കിയാൽ ആദ്യം തുടങ്ങി വെച്ചവർക്കും അതിൻ്റെ ഒരു ഓഹരി കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു നാട്ടിൽ ഒരു ക്ലബ്ബ് ഉണ്ടാക്കി അവിടെ ഒരു ഗാനമേള ഒരു പറ്റം ചെറുപ്പക്കാർ കൂടി തുടങ്ങി വെച്ചു. അതങ്ങനെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ വളർന്നു വലുതായി കുറേ പ്രസിദ്ധമായ ഒരു സംഭവമായി മാറിയപ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാർ ഇത് കണ്ടിട്ട് വേറൊരു സ്ഥലത്ത് അതുപോലെ തുടങ്ങി. അതിനുള്ള കുറ്റവും ശിക്ഷയും അവർക്ക് കിട്ടുന്നത് പോലെ തന്നെ ആദ്യമായി ഇത് തുടങ്ങിക്കൊടുത്ത ഇവർക്കും കിട്ടുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അതേപോലെയാണ് ഒരു നന്മ ഒരാൾ തുടങ്ങി വെച്ചു. ഇപ്പം ഈ ചെറുപ്പക്കാർ തുടങ്ങിയ നന്മ തന്നെ ഇതാരെങ്കിലും മാതൃകയാക്കിയാൽ അവർക്കും പ്രതിഫലം കിട്ടും. അതേപോലെ തന്നെ ഇവർക്കും അള്ളാഹു പ്രതിഫലം കൊടുക്കും. ഇനി അവരെ കണ്ട ആരെങ്കിലും മാതൃകയാക്കിയാലോ അവർക്കും കിട്ടും. അപ്പോൾ നമ്മൾ ഒരു കാര്യം തുടങ്ങി വെക്കുമ്പോൾ ആലോചിക്കണം, ഇത് നല്ലതാണോ ചീത്തയാണോ, അള്ളാഹുവിൻ്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണോ പ്രതിഫലം നൽകപ്പെടുന്നതാണോ. അങ്ങനെ നമ്മളൊരു കാര്യം നടപ്പിലാക്കണം എന്നതുകൂടി ഈ സംഭവത്തിലൊരു പാഠമാണ്. എന്തായാലും ആ ചെറുപ്പക്കാർക്ക് തോന്നിയ സൽബുദ്ധി മാതൃകയാക്കേണ്ടതാണ്.
അള്ളാഹു അവർക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ കഴിയുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.